2154-ൽ ഭൂമിയിലെ വിഭവങ്ങൾ കുറഞ്ഞുവരുമ്പോൾ റിസോഴ്സ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ (RDA) എന്ന കോർപ്പറേഷൻ പണ്ടോറ എന്ന വിദൂരഗ്രഹത്തിൽ അണുപ്റ്റാനിയം എന്ന സൂപ്പർ കണ്ടക്ടീവ് ധാതു ഖനനം ചെയ്യുന്നു. ഭൂമിയിലെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമാണ് ഈ ധാതു. പണ്ടോറ ഭീമാകാരമായ മരങ്ങളും അപകടകരമായ ജീവികളും നിറഞ്ഞ ഒരു വനഗ്രഹമാണ്. അവിടെ നാവി എന്ന നീലനിറമുള്ള മനുഷ്യസമാന ജീവികൾ താമസിക്കുന്നു. അവർക്ക് പ്രകൃതിയുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട്. ഇവ എന്ന ദേവതയെ ആരാധിക്കുന്നു. നാവികൾ ഹോം ട്രീ എന്ന ഭീമാകാരമായ മരത്തിലാണ് താമസിക്കുന്നത്. അണുപ്റ്റാനിയം ഈ മരത്തിനടിയിലാണ്. കാലുകൾ തളർന്ന മുൻ നാവികനായ ജേക്ക് സള്ളി തന്റെ ഇരട്ട സഹോദരന്റെ മരണത്തെ തുടർന്ന് അവതാർ പ്രോഗ്രാമിൽ ചേരുന്നു. മനുഷ്യരുടെയും നാവികളുടെയും DNA കൂട്ടിച്ചേർത്ത് സൃഷ്ടിച്ച ഒരു ജീവശരീരമാണ് അവതാർ. ഇതിലൂടെ മനുഷ്യർക്ക് പണ്ടോറയിൽ സുരക്ഷിതമായി സഞ്ചരിക്കാനും നാവികളുമായി സംവദിക്കാനും സാധിക്കും. നാവികളുമായി സൗഹൃദം സ്ഥാപിക്കുകയും അവരെ ഹോം ട്രീയിൽ നിന്ന് ഒഴിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയുമാണ് ജേക്കിന്റെ ദൗത്യം. ഇതിലൂടെ RDAക്ക് അണുപ്റ്റാനിയം ഖനനം ചെയ്യാൻ സാധിക്കും. അവതാർ പ്രോഗ്രാമിന്റെ തലവനായ ഡോക്ടർ ഗ്രേസ് ഓഗസ്റ്റിൻ നാവികളുമായി സമാധാനപരമായ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ RDAയുടെ സുരക്ഷാ തലവനായ കേണൽ മൈൽസ് ക്വാറിച്ച് നാവികളെ ഫലമായി ഒഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ജേക്ക് നെയ്തിരി എന്ന നാവി സ്ത്രീയുമായി കണ്ടുമുട്ടുകയും അവളുടെ സഹായത്തോടെ നാവികളുടെ സംസ്കാരവും ജീവിതരീതിയും പഠിക്കുകയും ചെയ്യുന്നു. അവൻ നാവികളുടെ ആചാരങ്ങൾ പഠിക്കുകയും അവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ക്രമേണ ജേക്ക് നെയ്തിരിയുമായി പ്രണയത്തിലാകുന്നു. ജേക്ക് നാവികളുടെ പക്ഷം ചേർന്ന് RDAയുടെ ഖനന പ്രവർത്തനങ്ങളെ എതിർക്കാൻ തുടങ്ങുന്നു. ക്വാറിച്ച് ഹോം ട്രീ ആക്രമിക്കുകയും നാവികളെ കൊല്ലുകയും ചെയ്യുന്നു. ജേക്ക് ടോറുക്ക് മക്ടോ എന്ന ഇതിഹാസ പക്ഷിസഞ്ചാരിയായി മാറുന്നു. നാവികളെ ഒന്നിപ്പിച്ച് RDAക്കെതിരെ പോരാടുന്നു. നാവികളും ജേക്കും ചേർന്ന് RDAയുടെ ആക്രമണത്തെ ചെറുക്കുന്നു. ഇവയുടെ സഹായത്തോടെ നാവികൾ വിജയിക്കുന്നു. RDA പണ്ടോറയിൽ നിന്ന് പിൻവാങ്ങുന്നു. ജേക്ക് തന്റെ മനുഷ്യശരീരം ഉപേക്ഷിച്ച് അവതാർ ശരീരത്തിൽ സ്ഥിരതാമസമാക്കുന്നു.